ഫൈൻഡ് മീൻ ഡിവി. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ആദ്യം അങ്ങോട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞുതരാം. ഫൈൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അപ്പം എന്നിട്ട് ഡാറ്റ അതിനകത്ത് തന്നിരിക്കുന്നത് ഡാറ്റകൾ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫൈൻഡ് ദ മീൻ ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4, 7, 8, 9, 4, 7, 8, 9, 10, 12, 13, 17. അപ്പം 4, 7, 8, 9, 10, 12, 13, 17. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മീൻ ഡീവിയേഷൻ കാണാനാണ്. എന്താണ് മീൻ ഡീവിയേഷൻ? അപ്പോൾ ആദ്യം നമുക്ക് മീൻ കാണണം. മീൻ എങ്ങനെ കാണാം? മീൻ കാണാൻ ഈ നമ്പേഴ്സ് എല്ലാം കൂട്ടുക. അപ്പം 4 + 7 + 8 + 9 + 10 + 12 + 13 + 17 ബൈ എത്ര നമ്പർ ഉണ്ട്? ബൈ എത്ര നമ്പർ ഉണ്ട് നോക്കാം. എത്ര നമ്പർ ഉണ്ട്? ഇവിടെ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 നമ്പറാണ്. 3, 6, 8 ബൈ 8. അപ്പം നമ്മൾ നേരത്തെ ഇത് കൂട്ടിയപ്പോൾ നമുക്ക് എത്രയാണ് വന്നിരുന്നത്? 80 വന്നിരുന്നു. 80/8 എന്ന് പറയുമ്പം എത്രയാ? 8ഉം 8ഉം എന്താണ്? 1 അപ്പം ഇതിനകത്ത് 10. അപ്പം മീൻ നമുക്ക് എന്ത് കിട്ടി? മീൻ ഇതിനകത്ത് 10 എന്ന് കിട്ടിക്കഴിഞ്ഞു. മീന് 10 കിട്ടിയാൽ ഇനി എന്ത് ചെയ്യണം? മീനിൽ നിന്നുള്ള മാറ്റം കാണണം. മീൻ ഡീവിയേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മീൻ ഡീവിയേഷൻ കാണാൻ നിങ്ങൾ ആ തന്ന നമ്പേഴ്സിനൊക്കെ XI എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. 4, 7, 8, 9, 10, 12, 13, 17. ഇനി എന്ത് ചെയ്യുക? ആ XIയിൽ നിന്ന് നമ്മുടെ കിട്ടിയ മീനുണ്ടല്ലോ X ബാർ, ആ ഒരു ഡിഫറൻസ് കണ്ടിട്ട് മോഡ് എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മുടെ X ബാർ മീൻ എന്താണ്? മീൻ 10. അപ്പോൾ ഓരോ സംഖ്യയിൽ നിന്നും ആ 10ലേക്കുള്ള വ്യത്യാസം കാണുക. 4 - 10 മോഡ് എടുക്കുക. 7 - 10 മോഡ് എടുക്കുക. 8 - 10 മോഡ് എടുക്കുക. 9 - 10 മോഡ് എടുക്കുക. 10 - 10 മോഡ് എടുക്കുക. 12 - 10 മോഡ് എടുക്കുക. പിന്നെ 13ഉം 17ഉമാണ്. അപ്പം 13 - 10 മോഡ് എടുക്കുക. 17 - 10 മോഡ് എടുക്കുക. അപ്പം 4ൽ നിന്ന് മോഡ് എടുത്താൽ -6. അതിൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ മൈനസ് വേണ്ട സംഖ്യ മാത്രം മതി. 4ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 6. 7ഉം 10ഉം മോഡ് മാത്രം എടുത്താൽ മതി 3. 8ഉം 10ഉം വ്യത്യാസം 2. 9ഉം 10ഉം എന്താണ് വ്യത്യാസം? 1. 10ഉം 10ഉം വ്യത്യാസം 0. 12ഉം 10ഉം 2. 13ഉം 10ഉം 3. 17ഉം 10ഉം 7. നമുക്ക് എന്ത് കിട്ടി? ഈ വ്യത്യാസം കിട്ടി. അതായത് XI - X ബാർ കിട്ടി. മീൻ ഡീവിയേഷൻ ഇതാണ്. ഇനി മീൻ ഡീവിയേഷൻ അല്ല, ഡീവിയേഷൻ. ഇതിനകത്ത് എന്താണ്? ഡീവിയേഷൻ ആണ്. ഇത് നമ്മുടെ എവിടെ നിന്നാണ്? നമുക്ക് തന്ന വാല്യൂസ് എന്നുള്ള ആ ഡീവിയേഷന് ഓരോ സംഖ്യയുടെയും. ഇനി ഈ ഡീവിയേഷന്റെ മീൻ കാണണം. അപ്പോൾ ഒരു സാധനത്തിന്റെ മീൻ എങ്ങനെ കാണാം? അതെല്ലാം കൂടി കൂട്ടിയിട്ടായ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമ്മൾ സിഗ്മ എന്ത് ചെയ്യണം? XI - X ബാർ. ഇതാണ് അതിനകത്ത് എന്ത്? ആ ഡീവിയേഷന്റെ സമ്മ്. ഈ ഡീവിയേഷൻ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ. അപ്പം ഇതിനകത്ത് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീനിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഡീവിയേഷൻ നമുക്ക് കിട്ടി. ഡീവിയേഷൻ എബൌട്ട് മീനാണിത്. ഇനി ഇതിൻ്റെ മീൻ എടുക്കണം. ഇതിൻ്റെ മീൻ എടുക്കാൻ ഇതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ഇതിനെ ടോട്ടൽ നിങ്ങൾ കൂട്ടിയാൽ എത്ര? 6, 3, 8, 10, 12, 8, 6, 3, 9, 10, 12, 14, 17, 24. 24 ബൈ അത് 8 ഉണ്ട്. അപ്പം 3 എന്ന് കിട്ടും. അപ്പം ഇതാണ് എന്ത്? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അപ്പം 6 മാർക്കിൽ ചിലപ്പം 2 മാർക്ക് എന്ത് വരാം? ഈ ഒരു കാറ്റഗറിയിൽ വരാം, എബൌട്ട് മീൻ. അല്ലാണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് അങ്ങനെയും വരാം. അതല്ലാണ്ട് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ വരാം. 6 മാർക്കിനുള്ള കാറ്റഗറിയിൽ 2 മാർക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുകൂടി അതിനകത്ത് മനസ്സിലാക്കി വെക്കുക. സോ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഈക്വൽ ടു 3. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് എന്തുണ്ട്? ഫ്രീക്വൻസി വരുന്ന കേസുകളിൽ അതിനകത്ത് ചോദിക്കാറുണ്ട്. ഫ്രീക്വൻസി വരുന്ന കേസിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആൻഡ് മീഡിയൻ കാണാനുണ്ട്. അതുകൂടി അതിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ചെയ്യാം. അപ്പം കൺസിഡർ ദ ഫോളോയിങ് ഫ്രീക്വൻസി ടേബിൾ. അപ്പം ഇങ്ങനെ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. കൺസിഡർ ദ, ശ്രദ്ധിച്ച് കേൾക്കൂ. കൺസിഡർ ദ ഫോളോയിങ് ഫ്രീക്വൻസി ടേബിൾ. കൺസിഡർ ദ ഫോളോയിങ് ഫ്രീക്വൻസി ടേബിൾ. ഇവിടെ എന്താ ഉള്ളത്? നമുക്ക് സംഖ്യകൾ തന്നിരിക്കുന്നത് XI തന്നിട്ടുണ്ട്. ഇവിടെ ഫ്രീക്വൻസിയും ഉണ്ട്. 5, 10, 5, 10, 15, 20, 25. 5, 10, 15,
20, 25 എന്നുള്ള രീതിയിലാണ് ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. 7, 4, 6, 3, 5 എന്നുള്ള രീതിയിലാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എന്ത് കാണണമെന്നറിയോ? ഫൈൻഡ് മീൻ കാണണം. ഫൈൻഡ് മീന് കാണാൻ നമ്മൾ കഴിഞ്ഞ വഴിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണണം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അപ്പൊ നേരത്തെ നമ്മൾ ഫ്രീക്വൻസി തരാണ്ട് ആ എണ്ണം എടുക്കുകയാണ് ചെയ്തത്. ഇത്തവണ പക്ഷേ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ XI എഴുതുക. 5, 10, 15, 20, 25. ഇനി ഫ്രീക്വൻസി എഴുതുക. 7, 4, 6, 3, 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇനി ഇതിന്റെ മീൻ കാണാൻ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇത്തരം ഫ്രീക്വൻസി തരുന്ന കേസുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? XIയും FIയും തമ്മിൽ ഗുണിക്കണം. XI FI ചെയ്യണം. അപ്പൊ 5, 7, 35, 10, 4, 40, 15, 6, 16, 60, 30, 90, 23, 60, 25, 125. ഇനി ഇതിന്റെ എല്ലാം കൂടി സം എടുക്കണം, കൂട്ടണം. സിഗ്മ XI FI. അപ്പം 5ഉം 35ഉം 40ഉം 90ഉം 60ഉം 125ഉം നമ്മൾ കാൽക്കുലേറ്റർ വൈസ് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 35ഉം 350 കിട്ടുന്നത്. അപ്പൊ ഇത് കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 350 എന്ന് കിട്ടി. ഈ 350നെ നമ്മൾ മീൻ എക്സ് ബാർ എങ്ങനെയാ കാണുക? ഈ സിഗ്മ XI FIനെ നമ്മൾ എന്ത് ചെയ്യുക? സിഗ്മ FI കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മൾ കിട്ടിയ ഈ സിഗ്മ XI FI ഉണ്ടല്ലോ 350നെ, അതിന്റെ ഈ FIയുടെ ടോട്ടലും നമ്മൾ എടുത്തു വെക്കണം. ഇതാണ് സിഗ്മ FI. അപ്പൊ ഇത് എത്രയാ? 7, 4, 11, 6, 17, 20, 25. അപ്പൊ 25 കാൽക്കുലേറ്റർ വൈസ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഫ്രീക്വൻസി ഡാറ്റ വരുന്നത് 25. ഇനി നമ്മൾ ആ 25 കൊണ്ട് എന്ത് ചെയ്യണം? 350നെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഡാറ്റ വൈസ് 350/25 എന്താ കിട്ടുന്നത്? 14 കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു 14 എന്നുള്ള മീൻ ഉണ്ടല്ലോ, ആ മീൻ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യാസം ഇതിനകത്ത് കാണണം. ഏതാണ്? അപ്പൊ XI ഈ ഒരു മീൻ എന്നുള്ള വ്യത്യാസം കാണുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? XI മൈനസ് എക്സ് ബാർ ഇത് പഴയ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ XI മൈനസ് ഇവിടെ എന്താ കിട്ടിയത്? എക്സ് ബാർ കിട്ടണം. 14 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പൊ ഓരോന്നും ഈ നമ്മുടെ സംഖ്യയിൽ നിന്ന് 14ലേക്കുള്ള വ്യത്യാസം അത് പഴയതുപോലെ തന്നെയാണ്. 14, 5 മൈനസ് 14, നമ്മുടെ സംഖ്യ 5 ആണ്. മൈനസ് 14, 10 മൈനസ് 14. ഇതിൻ്റെയൊക്കെ മോഡാണ് എടുക്കേണ്ടത്, മൈനസ് എടുക്കാൻ പാടില്ല. പിന്നെ 15 മൈനസ് 14, പിന്നെ നമ്മൾ 20 മൈനസ് 14, പിന്നെ നമ്മൾ 25 മൈനസ് 14. അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? മോഡ് എടുത്തു. അപ്പൊ ഇതിന്റെ എല്ലാം മോഡ് എടുത്തു കഴിഞ്ഞാൽ 5 നിന്ന് 14ലേക്കുള്ള വ്യത്യാസം എത്രയാ? 9 ആണ്. 10 നിന്ന് 14ലേക്കുള്ള വ്യത്യാസം 4 ആണ്. 15 നിന്ന് 14ലേക്ക് 1 ആണ്. 20 നിന്ന് 14ലേക്ക് 6 ആണ്. 25 നിന്ന് 14ലേക്ക് 11 ആണ്. അപ്പൊ 9, 4, 1, 6, 11. ഇനി അപ്പൊ ഇത് കിട്ടി നമുക്ക്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ FI കൊണ്ട് ഗുണിക്കണം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? XI മൈനസ് എക്സ് ബാറിനെ വീണ്ടും എന്ത് ചെയ്യണം? FI കൊണ്ട് ഗുണിക്കണം. അപ്പൊ അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക. FI കൊണ്ട് വീണ്ടും ഗുണിക്കണം. അപ്പൊ ഈ 9നെ 7ഉം FI കൊണ്ട് ഗുണിക്കുക. ഈ വ്യത്യാസം ഓരോന്നിലും കിട്ടിയ വ്യത്യാസത്തെ FI കൊണ്ട് ഗുണിക്കുക. അപ്പൊ 9, 7, 63. ഇവിടെ അടുത്തതോ 4ഉം 4ഉം 16. അടുത്തതോ 1ഉം ഇവിടെ 6ഉം 6. ഇവിടെ ഈ വ്യത്യാസം എന്താണ്? 6ഉം 3ഉം 18. ഇവിടെ ഈ വ്യത്യാസം 11ഉം 5ഉം എത്രയാ? 55. ഇനി ഇതിനെന്ത് ചെയ്യണം? ഇതിന്റെ മീൻ എടുക്കണം. ഇതിനെല്ലാം കൂട്ടിയിട്ട് ഇവിടെ എത്ര ഫ്രീക്വൻസി ഉണ്ടോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം സമ്മ് കിട്ടുന്നത് 63ഉം 16ഉം 6ഉം 18ഉം 55 കൂടി നമ്മൾ കാൽക്കുലേറ്ററിൽ കൂട്ടുകയാണെങ്കിൽ 158 നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ആ ഒരു XI മൈനസ് എക്സ് ബാറിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ FI ചെയ്ത സിഗ്മ എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ എന്തുകൊണ്ട് നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടല്ലോ 25, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പം ഇതിനകത്ത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ്. ഇനി മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വീണ്ടും നമ്മുടെ ഫ്രീക്വൻസി എത്രയാ? 25 അല്ലേ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 158നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കാൽക്കുലേറ്ററിൽ വാല്യൂ കിട്ടുന്നത്? 6.32. അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ.
ഇതാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീന് ഫ്രീക്വൻസി തരുമ്പോൾ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ അറിയുമോ? നമുക്കൊരു കണക്ക് ചെയ്യാം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് എഴുതി വെക്കാം. ഇതും വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. കൺസിഡർ ദ ഫോളോവിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ തന്നിരിക്കുന്നത് 35, 49, 30, 32, 50, 41, 34, 45, 36. ഇനി എന്താ ചോദ്യം? ഫൈൻഡ് ഇറ്റ്സ് മീഡിയൻ. എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം. മാത്രമല്ല മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പൊ ഡീവിയേഷൻ എബൌട്ട് മീൻ കണ്ട്, അതുപോലെ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന്റെ മീൻ കണ്ടുപിടിക്കും. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്ന അറിയാം? മീഡിയൻ കാണാനാണെങ്കിൽ നിങ്ങൾ തന്ന നമ്പറുകൾ എന്ത് ചെയ്യണം? ഓർഡർ അനുസരിച്ച് വേണം ക്രമപ്പെടുത്താൻ. ആദ്യം ഏറ്റവും ചെറിയ നമ്പർ, അപ്പൊ 30. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്പർ 32, അപ്പൊ 30ഉം 32ഉം ആയി. പിന്നെ വരുന്ന നമ്പർ 34 അപ്പൊ അതുമായി. പിന്നെ വരുന്ന നമ്പർ 35 35. പിന്നെ വരുന്നത് 36 അപ്പം കൂടി വരുന്ന ഓർഡറിൽ എഴുതാം. 36ഉം നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ഇതിനകത്ത് കാണുന്നത് 40 ഒരു മിനിറ്റ്, 40, 30, 36 കഴിഞ്ഞാൽ പിന്നെ 41 41 കഴിഞ്ഞാൽ പിന്നെ 45 45 കഴിഞ്ഞാൽ പിന്നെ 49 പിന്നെ 50. അപ്പൊ ഇത്രയും ഓർഡർ അനുസരിച്ച് കൂടി വരുന്ന ഓർഡറിൽ എഴുതി. അപ്പൊ എത്ര സംഖ്യകൾ? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ ഇവിടെയും എന്തുണ്ട്? 9 നമ്പേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി നമ്മൾ നോക്കുക, 9 എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റ സംഖ്യയാണെങ്കിൽ നമുക്ക് അതിന്റെ പകുതി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിനോട് 1 കൂട്ടണം. അപ്പൊ 10ന്റെ എന്ത് എടുക്കുക? പകുതി എടുക്കുക. 10ന്റെ പകുതി 5 അല്ലേ? അപ്പൊ ഇതിലെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 5ാമത്തെ നമ്പറാണ്. 1, 2, 3, 4, 5. ഇതിന്റെ മീഡിയൻ 36. കാരണം അപ്പുറത്തും 4 സംഖ്യകൾ, ഇപ്പുറത്തും 4 സംഖ്യകൾ, നടുക്കുള്ള സംഖ്യ മീഡിയൻ. അപ്പം അത് ഒറ്റ സംഖ്യ ആവുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. ഒറ്റ സംഖ്യ അല്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഇങ്ങനെ 30, 32, 34, 35, 36, 41, 45, 49 വരെ ഉള്ളൂ. എന്ത് വരെ ഉള്ളൂ? 49 വരെ. അപ്പൊ എണ്ണുമ്പോ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഇരട്ട സംഖ്യയാണ്, 8 നമ്പേഴ്സാണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ എങ്ങനെ മീഡിയൻ കാണും? നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരട്ട സംഖ്യ 8 അല്ലേ? 8ന്റെ പകുതി എടുക്കുക. 8ന്റെ പകുതി 4 അല്ലേ? ആ 4നോട് എന്ത് ചെയ്യുക? ഒന്നുകൂടി കൂട്ടുക. അപ്പൊ 5 അല്ലേ? അതെ. അപ്പൊ 4ാമത്തെ സംഖ്യയും 5ാമത്തെ സംഖ്യയും എന്ത് ചെയ്യുക? 2 കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കണം. അതാണ് ഇവിടെ മീഡിയൻ വരിക. അപ്പൊ 35 + 36/2 അതാണ്. അതായത് നമുക്ക് ഉള്ള സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നമ്മൾ നടുക്കുള്ള സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. അതായത് ആ ഒറ്റ സംഖ്യ ആവുമ്പോൾ അതിന്റെ പകുതി എടുക്കാൻ പറ്റില്ല, അതിനോട് 1 കൂട്ടുക. അപ്പൊ നമുക്കിവിടെ 9 സംഖ്യകളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 9ന്റെ പകുതി എടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? 9നോട് 1 കൂട്ടുക. അപ്പൊ 10 ആയി. 10ന്റെ പകുതി എടുക്കുക, 5. അപ്പൊ 5ാമത്തെ സംഖ്യയാണ് മീഡിയൻ. ഇനി ഇവിടെ നോക്കൂ, താഴെ ഇവിടെ 9 ഇല്ല, 8 സംഖ്യകളാണ്. അപ്പൊ ഇരട്ട സംഖ്യകളെ എണ്ണം ഇരട്ടയാണ്. എണ്ണം ഇരട്ട ആയി കഴിഞ്ഞാൽ നമുക്ക് നടുക്കത്ത് കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? ആ ഇരട്ട സംഖ്യയുടെ പകുതി എടുക്കുക. അത് എത്രയാണ്? 8ന്റെ പകുതി 4ാമത്തതാണ്. ആ 4നോട് ഒന്നുകൂടി കൂട്ടുക, 5. അങ്ങനെ ആ 4ഉം 5ഉം കൂടി എടുത്തിട്ട് അതിന്റെ പകുതി എടുത്ത് അതിന്റെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. അതാണ് മീഡിയൻ. മനസ്സിലായി? ഇനി എന്ത് ചെയ്യുക? ഇപ്പൊ രണ്ട് കേസിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മീഡിയൻ കിട്ടും. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുമ്പോൾ മീഡിയൻ 36. അപ്പൊ 36 ആവുന്ന ഫസ്റ്റ് കേസ് നമുക്ക് കാണാം. 36 ആവുമ്പം ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുക? നമുക്ക് ഇനി എല്ലാ വാല്യൂസും എന്ത് ചെയ്യുക? 2 കേസ് ആണെങ്കിലും നിങ്ങൾ ഇനി കിട്ടുന്നത് എന്ത് ചെയ്യുക? ആ മീഡിയൻ എന്താണോ
അതിൽ നിന്നുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓരോ വാല്യൂസ് ഇവിടെ എഴുതുക. xi എന്ന് പറയുന്ന പോലെ വാല്യൂസ് എഴുതുക. xi ഏതൊക്കെയാണ്? 30, 32, 34, 35, 36, 41, 45, 49, 50. അതിൽ നിന്ന് വ്യത്യാസം മീഡിയൻ നമുക്ക് കണ്ടുപിടിച്ച 36 അപ്പം xi മൈനസ് മീഡിയൻ, അതായത് ഒറ്റ സംഖ്യ ആവുമ്പോൾ നടുക്കുള്ള സംഖ്യ ആയിരിക്കും മീഡിയൻ. 9 സംഖ്യകൾ, അപ്പുറത്തും 4 ഇപ്പുറത്തും 4, നടുക്ക് 36. അപ്പൊ ഓരോ സംഖ്യയിൽ നിന്നും 36ലേക്കുള്ള വ്യത്യാസം 30ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസം 6. ഇതിന്റെ മോഡാണ് എടുക്കേണ്ടത്. പിന്നെ 32ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസം, അപ്പൊ അത് 4. ഇനി 34ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസം, അപ്പൊ അത് 2. 35ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസം മോഡാണ്, അപ്പോൾ 1. 36ൽ നിന്ന് 36ലേക്കുള്ള വ്യത്യാസം 0. അടുത്തത് 41ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 5. അടുത്തത് 45ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസമാണ്, അപ്പോൾ 9. അടുത്തത് 49ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസമാണ്, അപ്പം അവിടെ 13ലോട്ടാണ് പോകുന്നത്. പിന്നെ 50ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസമാണ്, 14 വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് ഇതിനകത്ത് എന്തെല്ലാം ആഡ് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റർ വൈസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ 6, 4, 2, 1, 0, 5, 9, 13, 14 എല്ലാം ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 54. ടോട്ടൽ അപ്പം എന്താണ്? 54. അപ്പൊ നമ്മളുടെ എന്ത് ചെയ്യുക, സിഗ്മ xi മൈനസ് മീഡിയൻ 54 എന്ന് കിട്ടി. അതിനെ ടോട്ടൽ എണ്ണം കൊണ്ട് എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 9 ആയിരുന്നല്ലോ നമ്മുടെ എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9. ആ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ എണ്ണം 54 ടോട്ടൽ കിട്ടിയത്. ടോട്ടൽ കിട്ടിയ വാല്യൂവിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 54/9 നമുക്ക് എത്രയാ വരുന്നത്? 6/9 എന്ത്? 54. അപ്പൊ 6 എന്ന് കിട്ടും. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എത്രയാണ്? 6 വന്നത്. മനസ്സിലായോ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ വന്നത് കണ്ടോ?